കഴിഞ്ഞ ദിവസം PC ജോർജ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കേരളം പാകിസ്ഥാനാണ് എന്നതിനെ ഊട്ടി ഉറപ്പിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെല്ലാം തീവ്രവാദികളാണ്, വൃത്തികെട്ടവരാണ് എന്നൊക്കെ പറയുന്നു. പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഊളത്തരം പറയുന്ന ഇങ്ങനെയുള്ള ഊളകളെ ഞാൻ കണ്ടിട്ടില്ല. ക്രിസ്മസ് ദിനങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊന്നും ഇദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ഇദ്ദേഹത്തിന് ഈ മതത്തിന് ഭയങ്കര താല്പര്യമുള്ള ആളാണ് PC ജോർജിന്, അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ മതത്തിന്. ആ മതത്തിനോടെതിരെ നടന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊന്നും അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. നിങ്ങൾ ഇതൊന്ന് കേൾക്കുക തന്നെ വേണം. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായി എന്റെ അനുഭവം. ഞാനൊരു മുസ്ലിം പരിസരമല്ലല്ലോ, ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി. എന്നിട്ട് എന്താ ഇത് 27,000 വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച് ചെയ്തു, എന്നെ തോപ്പിച്ചു. എന്നിട്ട് SDP നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ്, സാറ് തെറ്റിദ്ധരിക്കരുത്, സാറ് നോക്കേണ്ടി വന്നു, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പക്ഷേ ഞങ്ങൾ തൊടുപുഴക്കൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഓക്കെ, നാളെ ഇദ്ദേഹത്തിന് UDF ഒരു സീറ്റ് കിട്ടുക, അല്ലെങ്കിൽ വീണ്ടും ഇയാൾ ഇങ്ങനെ ചാടി കളിക്കും, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവന് മുസ്ലിങ്ങൾ വോട്ട് വേണം. ഹിന്ദുക്കളുടെ എല്ലാ വോട്ടുകളും മാത്രം പോരാ, മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യന്റെ വോട്ട് കൂടി വേണമെന്ന് പറഞ്ഞ BJP-ക്കാരുണ്ട്. എന്നാൽ അതേ ആളുകൾ തന്നെ തിരിച്ചു തുപ്പുന്നൊരവസ്ഥയുണ്ട്. പൂഞ്ഞാറിൽ ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ച ആളാണ്, എന്നിട്ട് 27,000 ആൾ എനിക്കെതിരെ വോട്ട് ചെയ്തെന്നുള്ളത്. ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ മുറുക്കി തുപ്പുന്ന കോളാമ്പിയിൽ ഒഴിച്ചു കൊടുത്ത അടിപൊളിയാറിന് കറിയും കഴിക്കൂ? ആരും കഴിക്കില്ല. നീ ഇപ്പൊ ചാണകത്തിലാണ് കിടക്കുന്നത്. നീ എത്ര നല്ല ചെയ്തിട്ടും കാര്യമില്ല. കാരണം നിന്റെ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഊളത്തരങ്ങൾ, നീയും അത് തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ വിഘടിപ്പിക്കാൻ നോക്കുക. ഏത് മുസ്ലിമാണോ വർഗീയവാദം പറഞ്ഞിട്ടുള്ളത്? നിന്നെ പോലെയുള്ള കുറെ ഊളകളാണ് വർഗീയവാദം പറഞ്ഞിട്ടുള്ളത്. എന്ത് വൃത്തികേടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നല്ല ഇന്ത്യയിലുള്ള ഏത് മുസ്ലിമാണ് നല്ലത് ഉള്ളത് എന്ന് പറഞ്ഞത്? വർഗീയവാദികളാണെന്ന് പറയുന്നത്. കൊള്ളാടാ കൊള്ള. നിനക്കൊരു പിന്മുറക്കാരുണ്ട്, മാത്യു. അദ്ദേഹത്തിനെ ഞാൻ വിളിക്കുന്നതും വർഗീയവാദി എന്ന് തന്നെയാണ്. നിന്നെയും ആ ഒരു കണ്ണിലാണ് ഇപ്പോ ഈ നിമിഷം മുതൽ ഞാൻ കാണുന്നത്. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത്, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി. തുണിവെക്കി നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക. ഓക്കെ, തുണി വെക്കുക, വെട്ടുക, തുണി വെക്കുക, വെട്ടുക. നിന്റെ തുണി പൊക്കി കഴിഞ്ഞാൽ നിന്നെ വെട്ടാൻ പറ്റൂല. കാരണം അതിലൊന്നും ഉണ്ടാവൂല. കാരണം നീ ആ സാധനം ആയതുകൊണ്ട് നിന്നെ ഒന്നും ചെയ്യില്ല. നീ പേടിക്കൊന്നും വേണ്ട. നിന്നെ അങ്ങനെ മാറ്റി നിർത്തിക്കോളൂ കേട്ടോ. ഏതോ ഒരു ചരിത്ര സമയത്ത് ഏതോ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെയാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ നീ ഇപ്പോൾ ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന ഊളത്തരം എന്താ? ഹിന്ദു രാജ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പള്ളിയുടെ അടിയിലും പോയി മാന്തുകയും മുസ്ലിങ്ങളെ ബീഫ് കൈവശം വെച്ച് വന്നു പറഞ്ഞ് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന നീ മണിപ്പൂരിലേക്ക് കൂടി ഒന്ന് നോക്ക് കേട്ടോ. നാളെ നീ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഇപ്പൊ തിന്നാൻ വേണ്ടിയിട്ടാണ് നീ കഷ്ടപ്പെടുന്നത്. പക്ഷെ നാളെ നിന്റെ തലമുറ തിന്നാൻ കഴിയാത്ത രീതിയിൽ BJP-ക്കാർ ആക്കി തരും. അപ്പോൾ നീ ഇതേ ഡയലോഗ് അടിക്കണം. 40,000 പോപ്പുലേഷൻ ഉള്ളതിൽ 38,600 മുസ്ലിങ്ങളുള്ള ഈരാറ്റുപെട്ടിൽ ഇരുന്നു കൊണ്ടാണ് PCR പറയുന്നത്, നിങ്ങളെപ്പോഴും വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക്? മറ്റു മതസ്ഥരോട് സൗമനസ്യമുണ്ടോ? ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ്യം നിങ്ങൾ കണ്ടുപഠിക്കുക. ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ പഠിച്ചത് ഇടകരണം തടിച്ച വലതുകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. ഏറ്റവും വലിയ വർഗീയവാദി മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഈരാറ്റുപേട്ടയിലുള്ള ഇദ്ദേഹം പറഞ്ഞ ആ സ്ഥലത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇയാൾ മരിക്കാൻ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മനുഷ്യത്വരഹിതമായിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നത്. ഒരിക്കലും ചെയ്യരുത്. രക്തം ആവശ്യമാണെന്ന് പറഞ്ഞു വന്നാൽ ഒരാൾ രക്തം കൊടുക്കരുത്. ഇത് ഹിന്ദുവിനോടും മുസൽമാനോടും ക്രിസ്ത്യനോടും എനിക്ക് ഒരുപോലെ പറയാനുള്ള കാര്യമാണ്. ഒരിക്കലും ഇങ്ങനെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ അത്ര വിദ്വേഷമുണ്ട്. മുസ്ലിങ്ങൾ മുഴുവൻ എന്താണ് വർഗീയവാദികളാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്ത്, ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അകത്ത് നിറച്ച് ചാണകം കെടുത്ത് തുളുമ്പുന്നത് കൊണ്ടല്ലേ ഈ ഡയലോഗ് അടിക്കുന്നത്.
എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാനാണ് നിങ്ങളൊക്കെ പ്ലാൻ എന്തെങ്കിലും BJP മോനെ മക്കളെ, നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ ഈ കേരളത്തിൽ ഒരിക്കലും പച്ച പിടിക്കാൻ പോണില്ല. ഇനിയിപ്പോൾ നല്ലത് പറഞ്ഞാലും പിടിക്കാനൊന്നും പോണില്ല. കാരണം നിങ്ങളുടെ മനസ്സിനകത്ത് ഈ പൊട്ടന് പോലും അറിയില്ല, ഈ PC ജോർജിന് പോലും അറിയില്ല, ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന ഒരൊറ്റ സാധനം മാത്രമേ BJPയുടെ കയ്യിലുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു മതത്തിലുള്ള ആളും വേണ്ട. ഇനി ഹിന്ദു തന്നെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഘടകങ്ങളിലായിട്ടുള്ള ജാതിയിലുള്ള ആളുകളെ പോലും അവർ ചവിട്ടിത്താത്തു. എന്നിട്ടും ഇവർ പച്ച പിടിക്കാൻ വേണ്ടി ജനൻ TV വന്നിരുന്നിട്ടാണ് പറയുന്നത്. അത് രസം. ആകെ കാണുക 10,000 20,000 ആൾക്കാരാണ്. എന്നിരുന്നാൽ പോലും പറയുകയാണ്, PC ജോർജെ, നീയൊക്കെ വെയ്യാണ്ട കിടക്കുകയാണെന്ന് നിന്നെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ മുസ്ലിം ആണോ എന്ന് നീ നോക്കുവോ? നഴ്സുമാരെ മുസ്ലിം ആണെന്ന് നോക്കുവോ? നീ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലിൽ മുസ്ലിം ആണെന്ന് നോക്കുവോ? നീ യാത്ര ചെയ്യുന്ന വാഹനം ഓടിക്കുന്നത് മുസ്ലിം ആണെന്ന് നോക്കുവോ? അങ്ങനെ നോക്കുകയാണ് എങ്കിൽ നാളെ നിനക്ക് നിലത്തൊന്ന് കാല് പോലും വെക്കാൻ കഴിയില്ല. കാരണം നീ നാളെ ഇടുന്ന ചെരുപ്പ് പോലും ചിലപ്പോൾ ഉണ്ടാക്കിയത് ഒരു മുസൽമാനാകും. അതുകൊണ്ട് പറയുകയാണ്, ഇത്തരം വിദ്വേഷങ്ങൾ പറയുമ്പോൾ കിടന്ന് പുഴുത്ത് ചീഞ്ഞ് നാറും. ചത്ത് കിടന്നാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല. ഒരു മനുഷ്യത്വം എന്നുള്ള സാധനം കുറച്ചെങ്കിലും മനസ്സിൽ വേണം എൻ്റെ പൊന്നുമോനെ. ഈ അധികാരത്തിന് വേണ്ടിയിട്ട് തീവ്രവാദപരമായിട്ടുള്ള തീട്ട വർത്തമാനം പറയുമ്പോൾ നിന്നെ ഒന്നും കാണുമ്പോൾ തന്നെ കാർക്കിച്ച് തുപ്പാൻ പോകുന്ന രീതിയിലാണ്. പക്ഷെ എന്താ ചെയ്യാ? ഇവിടെ ക്രിക്കറ്റുകൾ നടക്കും നമ്പ്യാരെ, ക്രിക്കറ്റ് നടക്കുക. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇരിക്കുന്ന മുസ്ലിമാ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോ ഹേ ഹേ എന്ന് കൈയടിക്കുക. തറാൻ പറഞ്ഞ ഓമാര്. അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നത് അല്ല, കൊളിച്ചു കർച്ചകളൊന്നും എനിക്കില്ല. അതാരും മുഖത്ത് കൈവെക്കാനില്ലാത്തത് കൊണ്ടാണ് ആ പച്ചക്ക് പറച്ചിലൊക്കെ നിന്നോളൂ. ഊളത്തരം പറയുമ്പോഴേ ഇന്ത്യൻ ഫുട്ബോള്, ഇന്ത്യൻ ക്രിക്കറ്റ്, ഇന്ത്യൻ ഹോക്കി, ഇതിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് മാത്രമുള്ള ഒരു സവിശേഷത ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യൻ ക്രിക്കറ്റിനെ നമ്മളെല്ലാവരും സ്നേഹിക്കണം. ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈയടിക്കണം. പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കണം. ഇന്ത്യ ഇതേപോലെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് നമ്മൾ കൈയടിക്കണം. തിരിച്ച് നമ്മൾ തോറ്റ് നമ്മൾ മിണ്ടാണ്ടിരിക്കണം. ഇതാണ് ആൾ പറയുന്നത്. എന്നാൽ ഫുട്ബോളിനെ കുറിച്ചിട്ട് PC ജോർജ് മോനെ നിനക്കൊന്നും പറയാനില്ലേ? ഈ ഒരു വേൾഡ് കപ്പ് കാലഘട്ടം വരുമ്പോൾ, യൂറോ കപ്പ് കാലഘട്ടമൊക്കെ വരുന്ന സമയത്ത്, ആ സമയങ്ങളിൽ ഇന്ത്യയുടെ പതാകയേക്കാൾ കൂടുതൽ ഉയരുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പതാകയാണ്. അപ്പൊ സ്പോർട്സിൽ കൂട്ടിക്കറാത്ത സമയത്ത് നിങ്ങൾ അതും കൂടി ഒന്ന് പറയണം കേട്ടോ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യുവരാജ് സിംഗ് ആണ്. അതേപോലെ ഇഷ്ടമുള്ളൊരു പ്ലെയർ ആയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിൽ വിരമിച്ചു പോയിട്ടുള്ള നമ്മുടെ അഫ്രീദിയാണ്. കിഡിലൻ പ്ലെയറാണ്. ഇപ്പോൾ അഫ്രീദി ഒരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൈയടിക്കാം. കാരണം ഞാൻ അതിൻ്റെ ഒരു സ്പോർട്സ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒരിക്കലും ഞാനത് പാകിസ്ഥാൻ ജയിച്ചു എന്ന രീതിയിലും പാകിസ്ഥാൻ ഇങ്ങനെ അടിച്ചു എന്ന രീതിയിലല്ല കാണുന്നത്. അപ്പോൾ സ്പോർട്സിൻ്റെ അകത്ത് രാഷ്ട്രീയം ആദ്യം കൊണ്ടുവന്നത് ആരാന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടോ? അമിത്ഷായുടെ മോനെ BCCയുടെ തലപ്പത്ത് കൊണ്ടേ ഇരുത്തിയിട്ട് ഇവിടെ കാവി ഡ്രസ്സ് ആദ്യം കൊണ്ടുവന്നത് ഇവരാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ജയിച്ചപ്പോൾ കൈയടിച്ചത് എന്തായി? പാകിസ്ഥാനിലേക്ക് പോകണം ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് അഫ്രീദി എന്ന് പറയുന്ന കളിക്കാരൻ ഇഷ്ടമാണ്, പാകിസ്ഥാനിലെ ചില പ്ലെയേഴ്സിന് ഇഷ്ടമാണ്. അതിനർത്ഥം ഞാൻ ഇന്ത്യയെ ഒറ്റയ്ക്ക് എടുക്കുന്നു എന്നല്ല. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒറ്റ കൊടുത്തിട്ടുള്ള BJP പ്രവർത്തകരാണത്. കൃത്യമായി പരിശോധിച്ച് പോയിട്ടുണ്ടെങ്കിൽ PC ജോർജ് നിനക്ക് മനസ്സിലാവും. പക്ഷെ നിന്നെ കാലം തെളിയിക്കും നിനക്ക് നാളെ BJP എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. നീ അത് പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ, അതാ എനിക്ക് പറയാനുള്ളത്. ഇതേ സാധനം ഞങ്ങൾക്കാണ് പറയാനുള്ളത്. ഇവിടെയുള്ള നിഷ്പക്ഷരായ ജനങ്ങൾക്ക്, നിങ്ങളെല്ലാവരും പാകിസ്ഥാനിൽ പോണവർ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ രാഷ്ട്രങ്ങൾ കണ്ടെത്തി നിങ്ങളും പോകും. ഓക്കെ, ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ്. ഇവിടെ ഹിന്ദു, മുസൽമാനും ക്രിസ്ത്യനും എല്ലാവരും വേണം. അതിൻ്റെ അപ്പുറത്തേക്ക് നിന്നെ പോലെയുള്ള വർഗീയവാദികൾ വേണ്ട. നിങ്ങൾ പൊക്കോ, നിങ്ങളെല്ലാവരും പൊക്കോ, ഞങ്ങൾ മതി ഇവിടെ, ഞങ്ങൾ സാധാരണക്കാർ ജീവിച്ചു പോക്കോട്ടെ. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ. നരേന്ദ്രമോദി അധികാരത്തിൽ കയറി അന്ന് തുടങ്ങിയതാണ് ഇവർ ആസനത്തിൽ ആലുമുളച്ചതുപോലെ കുറച്ച് കാട്ടിക്കൂട്ടൽ. കുറേ എണ്ണുണ്ട് പൊട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. PC ജോർജ്, ഇനി ചരിത്രത്തിൽ നീ ഒന്നും ഒരു ഇലക്ഷന് പോലും ജയിക്കില്ല. അമ്മാതിരി അടിപൊളി ഡയലോഗാണ് ഇപ്പം നീ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇനിയാണ് നല്ല കിടിലൻ സാധനം കിടക്കുന്നത്. ഇത് നമ്മുടെ സുരച്ചേട്ടൻ, ഉള്ളി സുരച്ചേട്ടൻ്റെ ഒരു വലിയൊരു കണ്ടുപിടുത്തവും, എന്താ പറയുക, മുസ്ലിങ്ങളോട് ഇത്ര താല്പര്യമുള്ള വേറെ മനുഷ്യന്മാരുണ്ടാവില്ല. ഒന്ന് കേട്ടോക്കെ. കേരളത്തിൽ പണ്ട് കാലത്ത് നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ വേഷം എന്തായിരുന്നു? എന്ത് മനോഹരമായിരുന്നു,
ഇന്നിപ്പോൾ എല്ലായിടത്തും ഒരു പ്രത്യേക വേഷം അടിച്ചേൽപ്പിക്കുകയല്ലേ. പിണറായി വിജയൻ ഒരു അക്ഷരം അതിനെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? ഹിന്ദുക്കളുടെ അമ്പലത്തിൽ കുപ്പായ ഊരണോ ഊരണ്ടിയോ ഇതൊക്കെയാണ് പുള്ളി ആലോചിക്കുന്നത്. അതൊന്നും നടപ്പില്ല ശ്രീ പിണറായി വിജയൻ. കാരണം നമ്മുടേത് ഒരു ബഹുസ്വര സമൂഹമാണ്. എല്ലാ മതങ്ങളെയും പഠിപ്പിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാം. എല്ലാ മതങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനല്ല, ഇവിടെ ഒരു ചർച്ച വന്നപ്പോൾ കൃത്യമായിട്ടൊരു നിലപാട് ഹിന്ദുക്കൾ എടുത്തിട്ടുണ്ട്. ബി ജെ പിക്കാർ എടുത്തില്ലെന്ന് ഞങ്ങൾക്കറിയില്ല. ഷർട്ട് ഊരിയിട്ട് ക്ഷേത്രത്തിനകത്ത് കയറുന്നത് പണ്ട് കാലങ്ങളിൽ ബ്രാഹ്മണനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്തിരുന്നൊരു കാര്യമാണോ? ആ ഒരു കാര്യത്തിന് ഒരു മാറ്റം വേണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം അത് ആഗ്രഹത്തിന് ഒരു ഫലം കണ്ടു എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം, എന്തിനാണ് മുസ്ലിം സ്ത്രീകൾ ഇടുന്ന വസ്ത്രത്തെക്കുറിച്ച് ഇവിടെ ഷർട്ട് ഊരിയിട്ട് അമ്പലത്തിൽ കയറുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കൂട്ടിക്കലർത്തുന്നത് എന്ന് ഉള്ളിസുര ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. ഈ പിണറായി വിജയന് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കണം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അതല്ലേ ഒരു ജെൻഡർ ബയസ് ആണെങ്കിൽ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഒക്കെ പറയേണ്ട കാര്യം അതല്ലേ. 99% മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അവർക്ക് ആരാധന സ്വാതന്ത്ര്യമില്ല. നമ്മുടെ കേരളത്തിൽ ഇന്ന് അത്രയും വലിയ പരിഷ്കൃത സമൂഹമാണ്, വലിയ വിപ്ലവകാരികളാണ് ഞങ്ങൾ എന്നാൽ പറയാൻ ധൈര്യമുണ്ടോ? എന്താ പറയാത്തത്? വളരെ കുറച്ച് സമുദായ വിഭാഗങ്ങൾ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. അവിടെ ഒരു ചോദ്യം പോലും ഉന്നയിക്കാനുള്ള അന്തസ്സും ആർജവും പിണറായി വിജയനില്ല. ഒരു ശരാശരി പൊട്ടൻ BJP പ്രവർത്തകന്റെ വാക്കാണിത്. എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ പള്ളിയിലകത്ത് കയറ്റാൻ നിങ്ങൾ സംസാരിക്കാത്തത് എന്നുള്ളത്. എങ്ങനെയാണ് പിണറായി വിജയൻ അത് പറയുക? അടച്ച തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും അത് ചെയ്യാൻ കഴിയില്ല. ഖുറാനിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. പള്ളിയിൽ നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് അവസരമുണ്ട്, പക്ഷേ പുരുഷന്മാരുടെ കൂടെ നിന്നുകൊണ്ടാവരുത് എന്നുള്ളതാണ്. പല പള്ളികളിലും യാത്രാമധ്യേ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്, ഇല്ലേ? ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ നീ ഒന്ന് ആലോചിക്കാതെ, ഇത് പിണറായി പറഞ്ഞിട്ടും കാര്യമില്ല, പറയാതിരുന്നിട്ടും കാര്യമില്ല. കാരണം അത് ആ ഒരു സമുദായത്തിന്റെ മാത്രം വിഷയമാണ്. ഇവിടെ അതല്ല ചർച്ച. അമ്പലത്തിൽ ഷർട്ട് ഊരുന്നതും ഷർട്ട് ഇടുന്നതും ചുരിദാർ ഇടുന്നതും ചുരിദാർ ഇടാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ ചർച്ച. അതിലേക്ക് മുസ്ലിങ്ങളെ വലിച്ചഴക്കൽ എൻ്റെ പൊന്നുമോനെ പൊട്ടത്തരം നീ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇമ്മാതിരി ഊള വർത്തമാനങ്ങൾ പറയുമ്പോൾ ഒന്ന് സ്വയം വിലയിരുത്തുക. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. തെറ്റേ നീ പറയുള്ളൂ. BJPയുടെ അജണ്ട തന്നെയാണ് നീ ഇവിടെ പറയുള്ളൂ. വർഗീയത ഇതിലൂടെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ നീ ചെയ്യുകയുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇടണോ വേണ്ടയോ ഇതൊക്കെ പിന്നെ ആചാര്യന്മാരും തന്ത്രിമാരും ഹിന്ദു സമൂഹത്തിന് അറിയാം. കാലാകാലങ്ങളിൽ എല്ലാ പരിഷ്കാരവും ഉണ്ടാക്കിയിരിക്കുന്നത് നാസ്തികവാദികൾ വന്നിട്ടല്ല, ഹിന്ദുക്കൾ തന്നെയാണ് ഇതെല്ലാ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ അയിത്തുണ്ടായിരുന്നു, അനാചാരം ഉണ്ടായിരുന്നു, മാറുമറിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇവിടുത്തെ നവോത്ഥാന നായകന്മാർ തന്നെയാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു ഇഞ്ച് പോലും അവർക്കതിന് യാതൊരു തരത്തിലുള്ള അവകാശമില്ല. അവർക്ക് യാതൊന്നും അവകാശപ്പെടാനുമില്ല. ഓക്കെ, എല്ലാത്തിനും അവകാശപ്പെടാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. ക്ഷേത്ര വിളംബരം നടത്തിയത് അവരാണ്. അതേപോലെ തന്നെ ബ്രാഹ്മണന്മാരുടെ ആ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടായിരുന്നല്ലോ ഒരു ടൈമിൽ. ആ ഒരു ടൈമിൽ കീഴാളന്മാരെ ചവിട്ടിത്താഴ്ത്തിയപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയ അയ്യങ്കാളി ആരായിരുന്നു? BJP പ്രവർത്തകനായിരുന്നു. എല്ലാവരും BJPക്കാരായിരുന്നു. ഈ നാടിന് വേണ്ടി നന്മ ചെയ്തൊക്കെ BJPക്കാരായിരുന്നു. സനാതന ധർമ്മത്തെ കുറിച്ചിട്ട് ഈ പൊട്ടം മറന്നു എന്നൊരു സംശയം ഉണ്ടിരിക്കുക. എടാ, നീ അതിനെക്കുറിച്ച് ചിന്തിക്കി. നീ നിന്റെ മനുസ്മൃതിയെ കുറിച്ച് ചിന്തിക്കി. എടാ, ബ്രാഹ്മണനാണ് മുകളിലിരിക്കേണ്ടത്. ഇവര് താഴെയാണ്, അമ്പലത്തിൽ പോയി കയറാൻ പാടില്ല. നീ എന്താ ചിന്തിക്കാത്തത്? നാളെ ഇപ്പോൾ കമ്മിറ്റി കൂടുമ്പോഴാവും ഇവന് ഉള്ള കേക്ക്. പൊട്ടത്തരം വിളിച്ച് പറയുമ്പോൾ എൻ്റെ പൊന്നു ഉള്ളി സുരേ, നീ ഒന്ന് വിലയിരുത്തുക. നിന്റെ ബുദ്ധിക്കനുസരിച്ചുള്ള കാര്യം നീ പറയുക. പൊട്ടത്തരം പറയാതിരിക്കുക. ബീഫ് കഴിച്ചിട്ട് ഞാൻ ഉള്ളിയെ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു ബോധമുണ്ടല്ലോ, ആ ബോധം ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. പൊട്ടത്തരം വിളിച്ച് പറയുമ്പോൾ നീ ഒന്ന് 2, 3, 4 തവണയില്ല, നീ ഒരു കൊല്ലം ഇരുന്ന് ആലോചിച്ചിട്ട് വേണം കമ എന്നൊരക്ഷരം മിണ്ടാൻ. ഓക്കെ, കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഇമ്മാതിരി ഊളകളാണ് ഈ നാടിന് ഏറ്റവും വലിയ ശാപമായിട്ട് നിൽക്കുന്നത്. BJP ഇനിയും നിങ്ങൾക്ക് വാഴ്ത്തണമെങ്കിൽ വാഴ്ത്തിക്കോ, വേറെ ഒന്നും പറയുന്നില്ല. പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഈ വർഷം വരാൻ കിടക്കല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് സ്വയം ഒന്നാണ് തീരുമാനിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരുമ്പോഴത്തേക്ക് സന്ദീപ് എടപ്പാൾ.